നമസ്കാരം. നാം പ്രഭാമഠത്തിൽ ഗണനാഥൻ വൈദ്യരുടെ സത്മാർഗം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഉത്രട്ടാതി നക്ഷത്ര ജാതർ ആവശ്യം അറിയേണ്ടവയെക്കുറിച്ച് മനസ്സിലാക്കിയിടാം. ഉത്രട്ടാതി നക്ഷത്രം മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രമാണ്. ആയതിനാൽ ഉത്രട്ടാതി നക്ഷത്ര ജാതരെ മീനക്കൂറുകാർ എന്ന് വിളിച്ചിടുന്നു. ഉത്രട്ടാതി നക്ഷത്രം ഒരു സ്ത്രീ നക്ഷത്രമാണ്. ആകയാലും സ്ത്രീ രാശിയായ മീനൻ രാശിയിലെ നക്ഷത്രമാകയാലും ഈ നക്ഷത്ര ജാതർ അല്പം നാണം കുണുങ്ങുന്ന പ്രകൃതമുള്ളവരായിരിക്കും. പെട്ടെന്ന് ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുന്നവരായിരിക്കും. പലപ്പോഴും ക്ഷിപ്രകോപികളായി കാണപ്പെടുകയും ചെയ്യും. എന്നാൽ എല്ലാവരോടും സ്നേഹമുള്ളവരുമായിരിക്കും. ഇക്കൂട്ടർക്ക് ക്ഷമയും സഹനശക്തിയും വളരെ കൂടുതലാണ്. എങ്കിലും ദേഷ്യം വന്നാൽ വലുതായി പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ളവരാണ്. എന്നാൽ പതിയെ ആ ദേഷ്യം അങ്ങ് മാറുകയും ചെയ്യും. എന്നാൽ കൂടി ആയതുകൊണ്ട് തന്നെ ഇക്കൂട്ടരുടെ ക്ഷമയോ സഹനശക്തിയോ ക്ഷിപ്രകോപത്തെയോ മുതലെടുത്ത് പലരും ഇവരെ ചൂഷണം ചെയ്യാറുണ്ട്. പലപ്പോഴും ഇത് ഇവർ അറിയാതെ പോകാറുമുണ്ട്. നല്ലതുപോലെ സംസാരിക്കാനും കലാബോധം ഉൾക്കൊള്ളുന്നവരും ഇവർ ആകുന്നു. ഉത്രട്ടാതി നക്ഷത്ര ജാതർ മനഃശുദ്ധിയുള്ളവരാണ്. സ്ഥിരബുദ്ധിയും സാഹസികതയും ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനുള്ള കഴിവും ദൈവഭക്തിയും ഇക്കൂട്ടർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിടുക. ഗ്രഹസ്ഥിതിയിലെ വാക്സ്ഥാനം കുജൻ അഥവാ ചൊവ്വാഗ്രഹത്തിൻ്റെ രാശിയാകയാൽ ചിലപ്പോഴൊക്കെയുള്ള പൗരുഷമായ സംഭാഷണം അകാരണമായ കലഹങ്ങൾ പോലും വരുത്തി വയ്ക്കാറുണ്ട്. ആകയാൽ കുടുംബത്തിനുള്ളിൽ തന്നെയും നീരസമുണ്ടായേക്കാം. ആകയാൽ കോപത്തെ നിയന്ത്രിക്കുന്നത് ഗുണകരം തന്നെയായിരിക്കും. കോപത്താലുള്ള വാക്കുകളും സൂക്ഷിച്ചിടണം. ഉത്രട്ടാതി നക്ഷത്ര ജാതർ പ്രഭാവമുള്ളവരും ഐശ്വര്യമാർന്നവരും മറ്റുള്ളവർക്ക് പ്രിയമുള്ളവരുമായിരിക്കും. മറ്റുള്ളവർക്ക് ഉപകാരിയുമായിരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളെ ചെയ്തു തീർക്കുവാൻ മടിയില്ലാത്തവരായിരിക്കും. എന്നാൽ കഠിന പരിശ്രമങ്ങളിൽ അലസത വരാതെ നോക്കിയിടണം. ഉഭയരാശിയിലെ നക്ഷത്രമാകയാൽ സത്യസന്ധത പുലർത്തുമ്പോഴും ചെറിയ കപടം കാണിക്കുവാൻ ഇടവന്നു ചേരാറുണ്ട്. ഇക്കൂട്ടരുടെ ഇപ്രകാരമുള്ള പ്രവൃത്തി കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും പകുതി വഴിയിൽ വെച്ച് നിന്നു പോകാറുണ്ട്. ഒന്നിലധികം തൊഴിലുകൾ ചെയ്യുവാൻ ഇവർക്ക് ഇടവരാറുണ്ട്. ചിലർക്ക് വ്യാപാരം കൊണ്ട് വലിയ നഷ്ടങ്ങൾ വന്നു ചേരാറുണ്ട്. വലിയ ധൈര്യശാലികളെ പോലെ സംസാരിക്കുമെങ്കിലും ഇക്കൂട്ടർ ഉൾവലിയുന്ന സ്വഭാവവും കാണിച്ചു വരാറുണ്ട്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് യാത്രകൾ ധാരാളം ചെയ്യേണ്ടി വന്നിടാം. യൗവനത്തിൽ എതിർലിംഗങ്ങളിൽ നിന്ന് പ്രേമസ്നേഹ ബന്ധവും അടുപ്പവും വന്നു ചേർന്നിടാവുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർ അപ്രകാരമുള്ളവരെ ജീവിതത്തിൽ പലപ്പോഴും ഓർത്തിടാറുണ്ട്. ഉത്രട്ടാതി നക്ഷത്ര ജാതർ ഒരു കാര്യത്തെ പല രീതിയിൽ ചിന്തിച്ചിടും എന്നത് ആയതിനാൽ തന്നെ പലപ്പോഴും തീരുമാനങ്ങളിൽ വ്യതിയാനം വരുത്തിയിടാറുണ്ട്. ഇക്കൂട്ടർ കടക്കെണിയിൽ പെട്ടുപോകാതെ സൂക്ഷിച്ചിടണമെന്നത് ഒരു പ്രധാന കാര്യമാണ്. ആദർശങ്ങളിൽ നിലകൊള്ളുവാൻ ആഗ്രഹിക്കുന്ന ഉത്രട്ടാതി നക്ഷത്ര ജാതർക്ക് സ്വന്തം കടമകളെ പൂർത്തീകരിക്കുവാൻ കൂടുതൽ ശ്രമിക്കേണ്ടി വരാറുണ്ട്. മറ്റുള്ളവരുടെ ബഹുമാനവും സ്നേഹവും കരുതലും ഉള്ളപ്പോൾ തന്നെ ഒറ്റയ്ക്കായതുപോലെ സ്വയം അനുഭവിച്ച് ദുഃഖിക്കാറുണ്ട്. ജീവിതത്തിലെ ഒരു ഘട്ടം സമ്പദ് സമൃദ്ധമായി മാറിയിടുമ്പോൾ അടുത്ത ഘട്ടം ഒന്നുമില്ലാത്ത ആളിനെ പോലെയായി തീരുന്നത് അനുഭവിച്ച് ദുഃഖിക്കാറുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കുടുംബ ഭരണത്തിൽ സമർത്ഥരാണ്. ദാമ്പത്തിക ജീവിതത്തെ ഒരു തപസ്സായും കലയായും കാണുവാൻ ഇക്കൂട്ടർക്ക് കഴിയുന്നു. ഇത് മധ്യമ രജ്ജുവിൽപ്പെടുന്ന നക്ഷത്രമാകയാൽ വിവാഹ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിടണം. ഉപകാരികളായ ഇക്കൂട്ടർ ശത്രുക്കൾക്ക് പോലും അവസരം വന്നാൽ ശത്രുത മറന്ന് സഹായിക്കുവാൻ ശ്രമിക്കും എന്നത് സത്യമാണ്. പരിഭവം ഇത്തിരി കൂടുതലുള്ളവരാണ് കേട്ടോ. മാതാപിതാക്കളോട് ഭക്തിയും ബഹുമാനവുമുള്ള ഇക്കൂട്ടർ ശാസ്ത്ര പഠനത്തിലും അറിവിലും മുന്നിലായിരിക്കും. പലപ്പോഴും ജനിച്ച സ്ഥലം വിട്ട് താമസിക്കേണ്ടി വരികയോ അഥവാ ജനിച്ച സ്ഥലം വിട്ട് പോകുവാൻ എപ്പോഴും ആഗ്രഹിക്കുകയോ അതുമല്ലെങ്കിൽ ജനിച്ച സ്ഥലത്ത് സമ്മർദ്ദത്തോടെ ജീവിക്കുവാൻ ഇടവരികയോ ചെയ്യും. ജോലിയേക്കാൾ
വ്യാപാരം ചെയ്യാൻ മനസ്സ് വന്നിടാവുന്ന ഇക്കൂട്ടർ വ്യാപാരത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിടണം. അന്യഥ കടക്കെണിയിൽ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. വാദം, ഉദരരോഗം, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, കർണം, അസ്ഥി ഇവയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇവ വരാതെ സൂക്ഷിച്ചിടണം. തട്ടലോ മുട്ടലോ കാരണമായോ ശസ്ത്രക്രിയ കാരണമായോ ദുരിതങ്ങൾ വരാതെ ഇരിക്കുവാൻ എപ്പോഴും ശ്രദ്ധിച്ചിടണം. വാർദ്ധക്യത്തിൽ ആരോഗ്യക്കുറവും അപകടവും കാരണമായി ദുരിതങ്ങൾ വന്നിടാമെന്നുള്ള ഉത്രട്ടാതി നക്ഷത്ര ജാതർ എപ്പോഴും ശ്രദ്ധയോടെ കാര്യങ്ങളെ നേടുകയും ഭക്ഷണത്തിലും ആരോഗ്യത്തിലും ശ്രദ്ധിച്ചിടേണ്ടതും ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിടുക. ഉത്രട്ടാതി നക്ഷത്രജാരുടെ നക്ഷത്ര ദേവത അഹിർബുദ്ധിയാണ്. ആകയാൽ അഹിർബുദ്ധന്യായ നമഃ എന്ന് ചൊല്ലി നക്ഷത്ര ദേവതാ പ്രീതി വരുത്തിയിടാവുന്നതാണ്. ആദിത്യൻ, ചൊവ്വ അഥവാ കുജൻ, കേതു അഥവാ ശിഖി എന്നീ ദശകളിൽ സൂക്ഷിച്ചിടേണ്ട കാലങ്ങളാണെന്ന് അറിഞ്ഞിടുക. നക്ഷത്രനാഥൻ ശനിയാകിയാൽ ശനി മന്ത്രമായ ഓം പ്രാം പ്രീം പ്രൗം സ ശനീശ്വരായ നമഃ എന്ന് ചൊല്ലി ശനിപ്രീതി വരുത്തിയിടാവുന്നതാണ്. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ശാസ്താക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശനിക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നീരാഞ്ജനം സമർപ്പിച്ചിടുന്നതും ഗുണകരമാണ്. അഷ്ടശാസ്ത്ര ധ്യാനമന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ശ്രേയസ്കരമാണ്. രാശിനാഥൻ വ്യാഴമാകയാൽ വ്യാഴഗ്രഹത്തെ പൂജിക്കുന്നതും വിഷ്ണു ക്ഷേത്രം ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഗുണകരം തന്നെ. വിഷ്ണു ഭഗവാന് അവിൽക്കിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ്. ദാരിദ്ര്യ ദുഃഖദഹന ശിവസ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നതും ഗുണകരം തന്നെ. ഉത്രട്ടാതി നക്ഷത്ര ജാതർ പശുവിനെ വളർത്തുന്നതും പരിപാലിക്കുന്നതും സൂര്യ നമസ്കാരം ചെയ്തിടുന്നതും മയിലിന് തീറ്റ കൊടുക്കുന്നതും പരിപാലിക്കുന്നതും ശ്രേയസ്കരമാണ്, ഗുണകരമാണ്. അലർജി വന്നിടാതെ സൂക്ഷിച്ചിടണം. മൂത്രാശയ സംബന്ധമായ അസ്വസ്ഥതകളോ അരിശസ് പോലെയുള്ള അവസ്ഥയോ ജീവിതത്തിൽ വന്നിടാവുന്നതാണ്. ആയതിനാൽ ഭക്ഷണത്തിലും ശുചിത്വ കാര്യത്തിലും മുമ്പേ തന്നെ ശ്രദ്ധിച്ചിടണം. വടക്ക് ദിക്ക് ഗുണമുള്ളതാണ്. ഹോമകർമ്മങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുന്നതും ദീപാരാധന കണ്ട് പ്രാർത്ഥിക്കുന്നതും ഗുണകരം തന്നെയാണ്. കുടുംബ ഭരദേവതയെ സ്മരിച്ച് വന്ദിച്ച് പ്രാർത്ഥിച്ചിടുന്നത് ശ്രേയസ്കരമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കിയിടുക. മുറിയുടെ വടക്ക് ഭാഗത്ത് കുബേരനെ വെച്ചിടുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഗുണകരം തന്നെ. മഞ്ഞ, നീല എന്നീ നിറങ്ങൾ ആത്മവിശ്വാസം വർദ്ധിച്ചിടുന്നു എന്ന് സാക്ഷ്യങ്ങളുണ്ട്. അനുബന്ധ കാര്യങ്ങൾ അടുത്ത വാരത്തിൽ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.